കുടുംബങ്ങളിൽ ചില തിന്മകൾ ഇങ്ങനെ ഇരിക്കുവാണ്. സുനാമി വന്നിട്ട് കുലുങ്ങിയില്ല, പ്രളയം വന്നിട്ട് കുലുങ്ങിയില്ല, കൊറോണ വന്നിട്ട് കുലുങ്ങിയില്ല. ഇനി എപ്പ കുലുങ്ങാനാണല്ലേ? ചാർജ് പോയി ചിലരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, ഇങ്ങനെ ഉറക്കം തൂങ്ങിയിരിക്കുന്നു. ചാർജ് പോയി അല്ലേ? പണ്ടച്ചാ മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ലഹരിയായിരുന്നു. നിന്നെ ഈ ശുശ്രൂഷയ്ക്ക് കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുന്നത് നീ ഇപ്പൊ ഡൗൺ ആണെന്ന്, നീ പലവിധ വിഷയങ്ങളിൽ ഭാരപ്പെട്ടിരിക്കുകയാണ്, നീ വീണ്ടും ചാർജ് ചെയ്യണം. അടുത്തിരിക്കുന്ന ആളോട് കൈ കൊടുത്തോണ്ട് പറഞ്ഞ് ഒന്ന് ചാർജ് ചെയ്യണം പറഞ്ഞേ. അപ്പോൾ ഇന്ന് പ്രാർത്ഥിക്കുന്നത് അധികമായ അഭിഷേകം, അളവില്ലാത്ത അഭിഷേകം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ നമുക്ക് ആവശ്യമായതാണ് ഈ പ്രധാനപ്പെട്ട മേഖല. ഹല്ലേലൂയാ, ഹല്ലേലൂയാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരൊന്ന് ശ്രദ്ധിച്ചേ. നമ്മളെല്ലാവരും തന്നെ അഭിഷേകം പ്രാപിച്ചിട്ടുള്ളവരാണ്. ക്രിസ്ത്യാനികളായിട്ട് അഭിമാനിക്കുന്നവരുണ്ട്, പലവിധ ധ്യാനങ്ങളിൽ അഭിഷേകം കിട്ടിയവരുണ്ട്, പലവിധ ശുശ്രൂഷ മേഖലകളിൽ ജ്വലിക്കുന്നവരുണ്ട്. എന്നാൽ ഒരു കാര്യം നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കണം, ഓരോ ദിവസവും ഓരോ വർഷവും നമ്മുടെ മേൽ പരിശുദ്ധാത്മാവ് പുതിയ അഭിഷേകം നൽകി നമ്മളെ ജ്വലിപ്പിക്കുകയാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇന്നലെ വരെ നീ പ്രാർത്ഥിച്ചതുപോലെയല്ല ദേ ഇനി നീ പ്രാർത്ഥിക്കേണ്ടത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, നിനക്ക് വേണ്ടി കർത്താവ് വലിയ കൃപകൾ ഒഴുക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അഭിഷേകം സ്വീകരിച്ചിട്ടുള്ളവരാണ്. ഈ അഭിഷേകം എനിക്ക് കിട്ടി, അത് മതി എന്നും പറഞ്ഞുകൊണ്ട് മിനിമത്തിൽ തൃപ്തിപ്പെട്ട് ജീവിക്കാനല്ല, മിനിമത്തിൽ തൃപ്തിപ്പെട്ട് ജീവിക്കാനല്ല, മറിച്ച് നിന്റെ മുമ്പിൽ അഭിഷേകം സ്വീകരിക്കുന്നതിന് തുറക്കപ്പെടുന്ന എല്ലാ വാതിലുകളിലൂടെയും അഭിഷേകം സ്വീകരിച്ച് അധികമായ അഭിഷേകത്തിൽ വളരണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നിങ്ങളോട് ശ്രദ്ധിച്ചേ, അപ്പസ്തോലന്മാര് പന്തക്കുസ്ത ദിനം പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു അല്ലേ? ആ ബൈബിളും തുറന്നേ, ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 2 വേഴ്സ് 4. അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 4-ാം തിരുവചനം. അവിടെ അപ്പസ്തോലന്മാരെ കുറിച്ചൊരു വചനം പഠിപ്പിക്കുന്നു. വായിച്ചേ, അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 4-ാം വചനം. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷണവരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. അതായത് പന്തക്കുസ്ത ദിനത്തിൽ അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. എൻ്റെ ഒരു ചോദ്യം, എൻ്റെ പ്രിയപ്പെട്ടവരെ, അവരൊരിക്കൽ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു, പിന്നീട് അപ്പസ്തോലന്മാർ പരിശുദ്ധാത്മാവിനാൽ വീണ്ടും വീണ്ടും ജ്വലിപ്പിക്കപ്പെട്ടുവോ? വീണ്ടും വീണ്ടും പരിശുദ്ധാത്മാവിന് വേണ്ടി അവർ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഒരിക്കൽ അവർക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടിയതാണ്. കിട്ടിയ പരിശുദ്ധാത്മാവിനെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് ശിഷ്യന്മാർ ജീവിക്കുകയായിരുന്നോ? അതോ പരിശുദ്ധാത്മാവിന് വേണ്ടി വീണ്ടും 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 ദാഹിക്കുകയായിരുന്നോ? കേട്ടില്ല. അവര് പരിശുദ്ധാത്മാവിന് വേണ്ടി വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചു. ഹല്ലേലൂയാ. അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായം 31-ാം തിരുവചനം. ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 4 വേഴ്സ് 31. അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായം 31-ാം തിരുവചനം. ഒന്ന് വായിച്ചേ. അവിടെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പഠിക്കും. വായിച്ചോ. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി ധൈര്യപൂർവ്വം പ്രസംഗിച്ചു. പ്രൈസ് ദി ലോർഡ്. അതായത് അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം മുഴുവൻ കുലുങ്ങി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഇടങ്ങളിൽ ഒരു കുലുക്കം ഉണ്ടാവും. പ്രൈസ് ദി ലോർഡ്. എന്തുണ്ടാവും? ഒരു കുലുക്കം ഉണ്ടാവും. പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഇടങ്ങളിൽ, അത് ദേവാലയത്തിൽ മാത്രമല്ല, അത് ധ്യാന കേന്ദ്രത്തിൽ മാത്രമല്ല, നിന്റെ വീട്ടിലും നീ പരിശുദ്ധാത്മാവിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാൽ എന്ത് സംഭവിക്കും? അവിടുത്തെ അന്തരീക്ഷത്തിൽ മൊത്തത്തിൽ ഒരു കുലുക്കം ഉണ്ടാവും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, പൗലോസും സീലാസും ജയിലിൽ കിടന്നുകൊണ്ട്
അവർ ദൈവത്തെ സ്തുതിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പസ്തോല പ്രവർത്തനം 16-ാം അധ്യായം 26-ാം തിരുവചനത്തിൽ ഒരു കാര്യം പഠിപ്പിക്കും. ഒന്ന് വായിച്ചേ. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി, കാരാഗൃഹത്തിന്റെ അടിത്തറ കുലുങ്ങി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ശ്രദ്ധിച്ചോ, പരിശുദ്ധാത്മാവിന് വേണ്ടി നീ പ്രാർത്ഥിക്കുന്നതനുസരിച്ച് നിന്റെ വീട്ടിൽ കുലുക്കം ഉണ്ടാവും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ചില തിന്മകൾ ഇങ്ങനെ ഇരിക്കുവാണ്. അല്ലെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇരിക്കുന്ന ചില ദുശീലങ്ങളുടെ തിന്മകളുടെ കെട്ടുണ്ട്. അതിനൊന്ന് പൊട്ടിക്കണ്ടേ? വേണ്ട ചേട്ടാ. ആ പൊട്ടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവിനെ വിളിച്ചാൽ മതി. പരിശുദ്ധാത്മാവ് അന്തരീക്ഷത്തെ മൊത്തത്തിലൊന്ന് കുലുക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വലതും ഇടതും ഇരിക്കുന്നവർ കൈ കൊടുത്തോണ്ട് പറഞ്ഞേ, പരിശുദ്ധാത്മാവ് നിന്നെ കുലുക്കും. പറഞ്ഞു കൊടുത്തേ, പരിശുദ്ധാത്മാവ് നിന്നെ കുലുക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. ചിലര് ചിന്തിക്കുന്നുണ്ട്, എൻ്റെ അച്ഛാ സുനാമി വന്നിട്ട് കുലുങ്ങിയില്ല, പ്രളയം വന്നിട്ട് കുലുങ്ങിയില്ല, കൊറോണ വന്നിട്ട് കുലുങ്ങിയില്ല, ഇനി എപ്പ കുലുങ്ങാനാണല്ലേ? ചിലരങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും. കഴിഞ്ഞ ദിവസം പ്രാർത്ഥിക്കാൻ വന്ന ഭർത്താവിനെ കുറിച്ച് ഭാര്യ നിന്നോണ്ട് പറയാ, ഭർത്താവ് അടുത്ത് നിൽക്കുക, എൻ്റെ അച്ഛ ഈ മനുഷ്യൻ ഒരു ധ്യാനത്തിന് അച്ഛ വരണ്ടേ, വിളിച്ചാ വരികയല്ല. ഇന്ന് ഞാൻ വേറെ വഴിക്ക് പോകണമെന്നും പറഞ്ഞ് ഞാൻ കൊണ്ടുവന്നതാ. ഇങ്ങോട്ടാണെന്നറിഞ്ഞെങ്കിൽ ഇങ്ങോട്ട് വരികയില്ലായിരുന്നു. ഇത് വേറെ വഴിക്കാണെന്നും പറഞ്ഞ് ഞാൻ കൊണ്ടുവന്നതാ. അച്ഛാ ഒരു ധ്യാനം, ഒരു പ്രാർത്ഥനാ ശുശ്രൂഷ, അച്ഛാ ഒരു മാറ്റം വേണ്ടേ? പറ്റത്തില്ലെന്നാണ് എപ്പോഴും പറയണത്, സമ്മതിക്കുകയല്ലെന്നാ പറയണത്. ഇത് കുലുക്കയില്ലാതെ നിൽക്കുവാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നിന്റെ വീട്ടിൽ ഇതുപോലെ കുലുങ്ങാതിരിക്കുന്നവരെ നമ്മള് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ കുലുക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായം അതിന്റെ 18-ാം തിരുവചനം വായിച്ച 4:8. 4-ാം അധ്യായം 8-ാം തിരുവചനം കിട്ടിയോ? അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് പത്രോസ് അവരോട് പറഞ്ഞു. പത്രോസിനെ കുറിച്ച് പറയുക. പത്രോസ് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആരിലൂടെ നിറഞ്ഞു? പറഞ്ഞേ, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. പറഞ്ഞേ, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ഒച്ചത്തിൽ പറഞ്ഞേ, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പന്തക്കുസ്താ ദിനത്തിൽ പരിശുദ്ധാത്മാവിന് നിറവ് കിട്ടി. ഇനി ഞാൻ പ്രാർത്ഥിക്കണ്ട, ഇനി ഞാൻ പരിശുദ്ധാത്മാവിനെ വിളിക്കണ്ട, ഇനി ഞാൻ കൂട്ടായ്മയിൽ പോകണ്ട, ഇനി ഞാൻ ധ്യാനം കൂടണ്ട എന്നാണോ? അല്ല. പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടി വീണ്ടും 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 ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം. ഈ 2025 കർത്താവ് നിനക്ക് നൽകിയിരിക്കുന്നത് ഈ അധികമായ അഭിഷേകം, അളവില്ലാത്ത അഭിഷേകത്തിൽ വളരുന്നതിന് വേണ്ടിയാണ്. പത്രോസ്ലീഹ പറയാണ്, പത്രോസ്ലീഹ ഇടയ്ക്കിടയ്ക്ക് പരിശുദ്ധാത്മാവിനാൽ ഇങ്ങനെ ജ്വലിച്ചുകൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരല്ലേ നമ്മളെല്ലാവരും തന്നെ, അല്ലേ? മൊബൈൽ ഫോൺ ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിന്റെ ചാർജ് കുറയുവോ കൂടുവോ? പറഞ്ഞേ, കുറയും. അപ്പൊ എന്ത് ചെയ്യണം? വീണ്ടും കുത്തിവെക്കണം, ചാർജ് ചെയ്യണം. ചാർജ് ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും? അത് ബാറ്ററി ഡൗൺ, അത് പിന്നെ വർക്ക് ചെയ്യത്തില്ല. പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിന്റെ ഉള്ളിലും അനുദിന ജീവിതത്തിൽ നീ ശ്രദ്ധിക്കേണ്ട കാര്യം, പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളിലുണ്ട്. ഇതിനെ ജ്വലിപ്പിക്കണം, ഇല്ലെങ്കിൽ ചാർജ് പോവും. ചാർജ് പോയി ചിലരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, ഇങ്ങനെ ഉറക്കം തൂങ്ങിയിരിക്കുന്നു, ചാർജ് പോയി, അല്ലേ? പണ്ടച്ചാ മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ലഹരിയായിരുന്നു. എൻ്റെ അച്ഛാ, ഈ പോട്ടാശ്രമം ഞങ്ങളുടെ ആശ്രമാണച്ചാ. ഞങ്ങൾ രാത്രിയും പകൽ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുണ്ടാക്കിയതാ. ഇപ്പോഴോ എൻ്റെ അച്ഛാ, ഇപ്പൊ അങ്ങോട്ടൊന്നും പഴയ പോലെയൊന്നും പറ്റുന്നില്ല അച്ഛാ. കൊറോണയൊക്കെ വന്നതിന് ശേഷം വലിയ ക്ഷീണമാണച്ചാ. വീട്ടിലാണെങ്കിൽ എൻ്റെ അച്ഛാ, മകനൊരു കൊച്ചുണ്ട്. 24 മണിക്കൂർ അവനെ നോക്കി 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 എൻ്റെ എല്ലാ എനർജിയും അവിടെ പോയി. ഇപ്പൊ പഴയ പോലെ ഒരു പ്രാർത്ഥിക്കാനൊന്നും പറ്റുന്നില്ല അച്ഛാ. ഒന്നും നടക്കാനോ പ്രാർത്ഥിക്കാനൊന്നും പറ്റുന്നില്ല. അല്ല ചേച്ചി, എത്ര നാളായി നമ്മുടെ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം കൂടിയിട്ട്? അത് ഞാൻ പണ്ട് ആൻഡോ കണ്ണമ്പുഴ അച്ഛനുള്ളപ്പോ കൂടിയതാ. ആൻഡോ കണ്ണമ്പുഴ അച്ഛൻ സ്വർഗത്തിലെത്തി. എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നീ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. നിന്റെ ജീവിതത്തിൽ ഒരിക്കൽ അഭിഷേകം പ്രാപിച്ചെന്നും പറഞ്ഞുകൊണ്ട് മാറിയിരുന്നാ മതിയോ? പറ, പോരെന്ന്. കിട്ടുന്ന അഭിഷേകം മുഴുവൻ ജ്വലിപ്പിക്കണം, അത് സ്വീകരിക്കണം. അധികമായ അഭിഷേകത്തിന് വേണ്ടി നീ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ടാണ് പത്രോസ്ലീഹ പറയുന്നത്,
വിശുദ്ധ സ്റ്റെഫാനോസിനെ കുറിച്ച് പഠിപ്പിക്കും. അപ്പസ്തോല പ്രവർത്തനം 6-ാം അധ്യായം 8-ാം തിരുവചനം വായിച്ചേ. 6-ാം അധ്യായം 8-ാം തിരുവചനം, അപ്പസ്തോല പ്രവർത്തനം. സ്തെഫാനോസ് കൃപാവരവും ശക്തിയും കൊണ്ട് നിറഞ്ഞ് പല അത്ഭുതങ്ങളും വലിയ അടയാളങ്ങളും ജനമധ്യത്തിൽ പ്രവർത്തിച്ചു. കണ്ടോ എങ്ങനെയാ? പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ്. ആ വാക്ക് പ്രധാനപ്പെട്ടതാ. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ്. പറഞ്ഞേ, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ്, കൃപാവരം നിറഞ്ഞ്, അത്ഭുതങ്ങളും അടയാളങ്ങളും. അതിനെന്ത് വേണം? ഈ പരിശുദ്ധാത്മാവിന്റെ നിറവ് വേണം. ഹല്ലേലൂയാ. വീണ്ടും നമ്മൾ ബാറ്ററി ചാർജ് ചെയ്യണം. നിന്നെ ഈ ശുശ്രൂഷയ്ക്ക് കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുന്നത് നീ ഇപ്പൊ ഡൗൺ ആണെന്ന്, നീ പലവിധ വിഷയങ്ങളിൽ ഭാരപ്പെട്ടിരിക്കുകയാണ്. നീ വീണ്ടും ചാർജ് ചെയ്യണം. അടുത്തിരിക്കുന്ന ആളോട് കൈ കൊടുത്തോണ്ട് പറഞ്ഞേ, ഒന്ന് ചാർജ് ചെയ്യണം. പറഞ്ഞേ, ഒന്ന് ചാർജ് ചെയ്യണം. ഹല്ലേലൂയാ. പരിശുദ്ധാത്മാവിനാൽ നീ ചാർജ് ചെയ്യപ്പെടണം. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ്. വിശുദ്ധ സ്റ്റെഫാനോസിനെ കുറിച്ച് പറയുക. അപ്പസ്തോല പ്രവർത്തനം 6-ാം അധ്യായം 10-ാം തിരുവചനം വായിച്ചേ. എന്നാൽ അവന്റെ സംസാരത്തിൽ വെളിപ്പെട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താ? അവന്റെ സംസാരത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് വെളിപ്പെട്ടുകൊണ്ടിരുന്നത്. 2025 നിന്റെ വീട്ടിൽ, നിന്റെ കൂട്ടുകാരുടെ ഇടയിൽ, നിന്റെ ഇടവകയിൽ, നിന്റെ ബന്ധങ്ങളിൽ വെളിപ്പെടേണ്ട സംസാര ശൈലി ആരുടേതാണ്? പറ. പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്ന സംസാര ശൈലി. നിനക്ക് തോന്നുന്നതല്ല. അതാണ് നമ്മൾ 2024 പറഞ്ഞത്. എന്നാൽ 2025 നമ്മൾ എടുക്കുന്ന തീരുമാനം, എന്റെ സംസാരം ഇത് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്ന സംസാരം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ലൂക്കാസ് സുവിശേഷം 12:12 നമ്മളെ പഠിപ്പിച്ചത് എന്താണ് പറയേണ്ടതെന്ന്. ആ സമയത്ത് ആര് പഠിപ്പിക്കും? പരിശുദ്ധാത്മാവ് പഠിപ്പിക്കും. പരിശുദ്ധാത്മാവ്. അപ്പൊ നമ്മൾ പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുന്ന സംസാര ശൈലി. വീണ്ടും സ്റ്റെഫാനോസിനെ കുറിച്ച് അപ്പസ്തോല പ്രവർത്തനം 7-ാം അധ്യായം 55-ാം തിരുവചനം, ചാപ്റ്റർ 7 വേഴ്സ് 55 ഒന്ന് വായിച്ചേ. നല്ലൊരു വചനം പഠിപ്പിക്കാം. എന്നാൽ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിന്റെ മഹത്വം ദർശിച്ചു. എപ്പോഴാണെന്നറിയോ? കൊല്ലപ്പെടുന്ന സമയം, സഹനങ്ങൾ ഏറ്റുവാങ്ങുന്ന സമയം, മറ്റുള്ളവരെ കല്ലെറിയുന്ന സമയം, വേദനയേറ്റ നിമിഷം. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ വ്യക്തിക്ക് മാത്രമേ സ്വർഗത്തിലേക്ക് നോക്കാൻ പറ്റൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിറഞ്ഞു. കണ്ടില്ലേ എത്ര സ്ഥലങ്ങളിലാണ് ആവർത്തിച്ച് ഈ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്? ഒരു വ്യക്തി തന്നെ ഒരു പ്രാവശ്യമാണോ? അല്ല, ആവർത്തിച്ച് പരിശുദ്ധാത്മാവിന്റെ നിറവ്. പ്രിയപ്പെട്ടവരെ, ഈ അഭിഷേകമാണ് ഈ കാലഘട്ടത്തിൽ എനിക്കും നിനക്കും വേണ്ടത്. ഹല്ലേലൂയ. അധികമായ അഭിഷേകം. പറഞ്ഞേ, അധികമായ അഭിഷേകം. ഹല്ലേലൂയ. 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 രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ച്, പ്രത്യേകിച്ച് മക്കളെ ഓർത്ത് സങ്കടപ്പെടുന്ന ഒത്തിരി മാതാപിതാക്കളെ കർത്താവ് കാണിച്ചു തരുന്നു. നിങ്ങളുടെ മക്കളെ ഓർത്ത് സങ്കടമുണ്ടല്ലോ, ദേ സമർപ്പിച്ച് പ്രാർത്ഥിച്ചോളൂ. മക്കളെ ഓർത്ത് ഭാരപ്പെടുന്ന ഓരോ അപ്പനും അമ്മയും പ്രത്യേകമായിട്ട് ഈ വിഷയങ്ങൾ സമർപ്പിക്കുക. ചിലപ്പോൾ സഹോദരങ്ങളെ ഓർത്തായിരിക്കും സങ്കടപ്പെടുന്നത്. എൻ്റെ സഹോദരൻ സഹോദരി ഇങ്ങനെയായി പോയല്ലോ. ചില വിഷയങ്ങളിൽ അവർ പെട്ടുപോയിട്ടുണ്ടാവും. ചിലപ്പോൾ ചില സ്നേഹബന്ധങ്ങൾ ചെന്ന് പെട്ടിട്ടുണ്ടാവും. അവർ പറയും, ഞങ്ങൾക്ക് ഇവരെ മതി കല്യാണം കഴിക്കാൻ. മതം പ്രശ്നമല്ല, ഈശോ പ്രശ്നമല്ല, എനിക്ക് ഇയാളെ മാത്രം മതിയെന്ന് വൈകാരിക തലത്തിൽ അവരൊരു തീരുമാനമെടുക്കും. അനേക മാതാപിതാക്കളുടെ സങ്കടമുണ്ട്. ദേ സമർപ്പിച്ച് പ്രാർത്ഥിക്ക്. അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സംഭവമോ വ്യക്തിയോ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഇപ്പോൾ ആ വ്യക്തികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ദേ കർത്താവിൻ്റെ കരുണ ആ വ്യക്തികളിലേക്ക് അത്ഭുതകരമായിട്ട് ഒഴുകുന്ന സമയമാണ്. പ്രത്യേകിച്ച് അനാവശ്യമായ സ്നേഹബന്ധങ്ങൾ ചെന്ന് പെട്ടിരിക്കുന്ന അപ്രകാരമുള്ള എല്ലാ പൈശാചിക പീഡകളും കർത്താവെ ഈ കരുണയുടെ തിരുനാൾ ദിവസത്തിൽ ഞങ്ങൾ സമർപ്പിച്ച് ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ കരുണയാൽ വിശുദ്ധീകരിക്കണമേ. അങ്ങയുടെ കരുണയാൽ വിശുദ്ധീകരിക്കണമേ. ചില ജഡിക പാപങ്ങളുടെ ബന്ധങ്ങൾ കൂട്ടുകെട്ടിൽ ചെന്ന് വീണവരുണ്ട്. ചില ജഡിക പാപങ്ങൾ കർത്താവ് ഇതാ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു.
അവിശ്വസ്ത കൂട്ടുകെട്ടിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജഡിക പാപങ്ങളുടെ എല്ലാ തിന്മകളുടെ കൂട്ടുകെട്ടിനെ കർത്താവ് ബന്ധിക്കണമേ. മദ്യപാനത്തിന്റെ കൂട്ടുകെട്ടുണ്ട്, രാസലഹരിയുടെ കൂട്ടുകെട്ടുണ്ട്, മയക്കുമരുന്നിന്റെ കൂട്ടുകെട്ടുണ്ട്. കൂട്ടുകാര് പറയുന്നതാണ് വേദവാക്യം, കുടുംബത്തിലെ മാതാപിതാക്കൾ പറയുന്ന അനുസരിക്കുന്നില്ല. അപ്രകാരമുള്ള ചില ബന്ധങ്ങളുണ്ടല്ലോ, സമർപ്പിച്ച് പ്രാർത്ഥിച്ചേ. ഇവിടെ നിൽക്കുന്ന അനേകരുടെ മാതാപിതാക്കളുടെ കണ്ണിലെ കണ്ണുനീരിന്റെ ഉത്തരമാണ് കർത്താവ് ഒരുക്കുന്ന ഈ ശുശ്രൂഷ. അതുകൊണ്ട് നന്നായിട്ട് വിശ്വസിക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരുടെ മുഖം മനസ്സിൽ കാണണം, അവരുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കണം. കർത്താവേ, ഇപ്പോൾ ഈ കരുണയുടെ അഭിഷേകം ഞങ്ങളുടെ മക്കളിലേക്ക്, തെറ്റായ ജീവിത വഴികളിലൂടെ സഞ്ചരിക്കുന്നവരിലേക്ക്, കുടുംബത്തിന്റെ ഉത്തരവാദിത്വം നോക്കാതെ നടക്കുന്നവരിലേക്ക്, കുടുംബത്തിൽ അനുസരണക്കേടിന്റെ ദുരാത്മാവിൽ ജീവിക്കുന്നവരിലേക്ക് കർത്താവ് ഈ ശുശ്രൂഷ സമയത്ത് വെളിപ്പെടട്ടെ. അലസമായ ജീവിത വഴിയിലൂടെ നടക്കുന്നവരിലേക്ക് കർത്താവിന്റെ കരുണ വെളിപ്പെടട്ടെ. അലസമായ ജീവിതം, ചില ആളുകളുടെ മുഖങ്ങൾ മനസ്സിൽ തെളിയുന്നില്ലേ? ചിലപ്പോൾ അത് കുടുംബനാഥനായിരിക്കാം, കുടുംബനാഥയായിരിക്കാം, മക്കളായിരിക്കാം. നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും അലസമായിട്ട് ജീവിക്കുന്നു, ഒരു ഉത്തരവാദിത്വവും ഏറ്റെടുക്കത്തില്ല, എപ്പോഴും വീട്ടിൽ കിടന്നുറങ്ങുന്നു, ഭക്ഷണം കഴിക്കുന്നു, അലസമായ ജീവിതം, ഉല്ലാസപരമായ കാര്യങ്ങൾ മാത്രമേ ഇടപെടുന്നുള്ളൂ. അങ്ങനെയുള്ളവരെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാകും. ഇപ്പോൾ ഈ സമയത്ത്, ഈ ശുശ്രൂഷ സമയത്ത്, ഓ കർത്താവേ, അങ്ങയുടെ കരുണ അപ്രകാരമുള്ള ആ മക്കളിലേക്ക്, പ്രിയപ്പെട്ടവരിലേക്ക് കർത്താവ് ഈ സമയത്ത് കടന്നു ചെല്ലണമേ. കുടുംബത്തിന്റെ ഉത്തരവാദിത്വം നോക്കാതെ, മക്കളുടെ കല്യാണമായിട്ടും ആലോചനയ്ക്ക് പോലും തയ്യാറാകാതെ കുടുംബത്തിൽ അലസമായിരിക്കുന്ന ചില അപ്പന്മാരും അമ്മമാരും ഉണ്ട്. പ്രാർത്ഥിച്ചോ, ഈ ശുശ്രൂഷ സമയത്ത് പ്രാർത്ഥിക്കട്ടെ. മടി, അലസത, ഉത്സാഹക്കുറവ്, കർത്താവെ ഈ വിഷയങ്ങളിൽ അങ്ങ് അതിശക്തമായിട്ട് ഇടപെടണമേ. കുടുംബങ്ങളിലെ കർത്താവെ അങ്ങ് അതിശക്തമായിട്ട് ഇടപെടണമേ. നാളുകളായിട്ട് ചില കുടുംബങ്ങളിൽ സഹോദരങ്ങൾ തമ്മിലുള്ള തർക്കം, വഴക്ക് അതിങ്ങനെ പിരിമുറുകി നിൽക്കുന്നു. ഒരു കാരണവശാലും വിട്ടുകൊടുക്കുന്നില്ല. മനസ്സ് പലപ്പോഴും അസ്വസ്ഥമായിരിക്കുന്നു. കുടുംബത്തിലെ സ്വത്ത് തർക്കം പ്രശ്നമാണ്. ദേ സമർപ്പിച്ച് പ്രാർത്ഥിച്ചേ. ഓ കർത്താവേ, ഇപ്പോൾ ഈ ശുശ്രൂഷ സമയത്ത് അപ്രകാരമുള്ള തിന്മയുടെ മേഖലകളെ കർത്താവെ കെട്ടുപൊട്ടിക്കണമേ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചോ. എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന അഭിഷേകം അധികാരത്തിൽ കോട്ടാശ്രമത്തിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകളുടെ ബലം ഇപ്പോൾ ഈ പ്രാർത്ഥന ശുശ്രൂഷ സമയത്ത് കർത്താവെ കുടുംബങ്ങളിലേക്ക് പ്രവർത്തിക്കപ്പെടണമേ. യേശുവേ, അങ്ങയുടെ കരുണ അതിശക്തമായിട്ട് വെളിപ്പെടാൻ പോരാ, കരങ്ങൾ ഉയരട്ടെ, സ്വരമുയർത്തി ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവിന്റെ അത്ഭുത ശക്തി, യേശുവിന്റെ കരുണ ദൈവജനത്തിലേക്ക് വെളിപ്പെടുന്ന സമയമാണ്. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ, ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പോരാ, ഈശോയെ എന്ന് വിളിച്ച് 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 കർത്താവിന്റെ അത്ഭുതകരമായ ശക്തി വെളിപ്പെടട്ടെ. എല്ലാ തകർച്ചകളും, എല്ലാ തിന്മയുടെ ധാരണകളും യേശുവിന്റെ കുരിശിന്റെ ശക്തിയാല്, യേശുവിന്റെ കരുണയാല് ഞങ്ങൾ ആശ്രയിക്കുന്നു, വിശ്വസിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ, വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു. ഓ കർത്താവേ, കരുണയിൽ ആശ വയ്ക്കുന്നു. കരങ്ങൾ ഉയർത്തി പാടുക. ഈശോയെ, അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഈശോയെ, നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. ഈശോയെ, ഈശോയെ, നിന്റെ കരുണയിൽ ആശ വയ്ക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് കണ്ണടച്ച് പ്രാർത്ഥിച്ച് ദേ എല്ലാ തിന്മകളുടെ നാരക ശക്തികളെയും ബന്ധിച്ചുകൊണ്ട് യേശുവിന്റെ കരുണയിൽ ആശ്രയിച്ച് നമ്മൾ ഈ സമയത്ത് ഹന്നാമ്പളം തളിച്ച് വെഞ്ചരിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്ന സമയമാണ്. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ച് പ്രത്യേകിച്ച് നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ തടസ്സങ്ങളും സമർപ്പിക്കുക. ചില കാര്യങ്ങൾ വിചാരിച്ചിട്ട് കുറെ നാളായി നടക്കുന്നില്ല. ആ തടസ്സത്തിന്റെ മേലെ യേശുവിന്റെ കരുണ വെളിപ്പെടട്ടെ. ഈ സമയത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് കുടുംബങ്ങളിലെ ചില കാര്യങ്ങൾ അതങ്ങോട്ട് ശരിയാവുന്നില്ല, നാളുകളായി വല്ലാത്ത ഭാരം, എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. ദേ യേശുവിന്റെ കരുണയിൽ ആശ്രയിക്കുക, യേശുവിന്റെ കരുണയിൽ ആശ്രയിക്കുക. ചിലപ്പോൾ വിദേശത്ത് പോകുന്നൊരു കാര്യമാവാം, വിസയുടെ കാര്യമാവും, വിചാരിക്കുന്ന പോലെ നടക്കുന്നില്ല. പഠന കാര്യങ്ങളാവാം, ചില ആഗ്രഹിച്ച ചില വിഷയങ്ങളൊക്കെ എടുത്തു, പക്ഷെ അത് പൂർത്തിയാക്കാൻ പറ്റുന്നില്ല, പഠിക്കാൻ പറ്റുന്നില്ല, വലിയ ഭാരം. ഒരുപക്ഷെ വിദേശത്ത് ചെന്നിട്ട് ഇതാ ഓൺലൈനിലൊക്കെ പങ്കെടുക്കുന്ന ചിലരുടെ സങ്കടം അതല്ലേ.
വിദേശത്ത് ചെന്നു, പക്ഷെ വിചാരിച്ചതുപോലെ കാര്യങ്ങളങ്ങ് ശരിയാവുന്നില്ല. ഒരു പാർട്ട് ടൈം ജോലി ശരിയാവുന്നില്ല. പഠനകാര്യങ്ങൾ വിചാരിച്ചതുപോലെ ശരിയാവുന്നില്ല. താമസ സൗകര്യം ശരിയാവുന്നില്ല. വലിയ വലിയ ഭാരങ്ങൾ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ സമയത്ത് നിങ്ങളുടെ തടസ്സം എന്താണോ, ഈ കരുണയുടെ തിരുനാൾ ദിവസത്തിൽ അത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ കരുണ, യേശുവിൻ്റെ കരുണ നിന്റെ കുടുംബത്തിലെ ഇന്നോളമുള്ള അനുഗ്രഹത്തിൻ്റെ ഇരട്ടി കൃപക നൽകുന്ന സമയം ഇതാ സംഭവിക്കുന്ന സമയം. ഒരു എക്സ്ട്രാ ഓർഡിനറി അനോയിന്റിങ് ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരിലേക്ക് കടന്നു വരട്ടെ. കർത്താവേ, അങ്ങയുടെ വലിയ അനുഭവം ഈ ദൈവജനത്തിലേക്ക് സംഭവിക്കപ്പെടട്ടെ. കർത്താവേ, ഉള്ളിൻ്റെ ഉള്ളിൽ കാലാകാലങ്ങളായി വെറുപ്പും വിരോധം ഉള്ളവരുടെ വിട്ടുമാറപ്പെടട്ടെ. യേശുവേ, ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഈശോയെ, അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഈശോയേ, ആമേൻ. നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. ഈശോയേ, നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചോളൂ. ഈ സമയം പ്രാർത്ഥിക്കുമ്പോൾ കത്തോലിക്ക തിരുസഭയോട് ചേർന്ന് സ്വർഗത്തിലുള്ള ജോൺ പോൾ 2 മാർപ്പാപ്പയോടും ഫ്രാൻസിസ് മാർപ്പാപ്പയോടും ചേർന്ന് ഈ ദൈവജനത്തെ പ്രത്യേകമായിട്ട് കർത്താവെ, കർദിനാൾ തിരുസംഘത്തോടും മെത്രാൻ തിരുസംഘത്തോടും ഇപ്പോൾ പോട്ട ആശ്രമത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ വൈദികരുടെയും അഭിഷേക അധികാരത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് കാലാകാലങ്ങളായി ഈ ദൈവജനത്തെ വിശുദ്ധീകരിച്ച എല്ലാ വൈദികരുടെയും അഭിഷിക്തരുടെയും കൃപകളോട് ചേർത്ത് വെച്ച്, സമർപ്പിതരുടെ കൃപകൾ ചേർത്ത് വെച്ച് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്വരമുയർത്തി ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക. നമ്മുടെ ഇടവക വികാരിയച്ചന്മാരുടെ അഭിഷേക അധികാരത്തോട് ചേർത്ത്, ഇന്നോളം നിങ്ങൾ സ്വീകരിച്ചിട്ടുള്ള കൂദാശകളുടെ അഭിഷേകത്തോട് ചേർത്ത്, എല്ലാ കൃപകളോടും ചേർത്ത് വെച്ച് വെഞ്ചരിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു കാരണവശാലും ഒരു തിന്മയും ഒരു തടസ്സവും ഒരു പൈശാചിക പീഡയും ഞങ്ങളെ തൊടാൻ അവകാശമില്ല. കാരണം ഞങ്ങൾ കർത്താവിന്റെ കരുണയിൽ ആശ്രയിക്കുന്നവരാണ്. ഓ കർത്താവേ, ഞങ്ങളിൽ അത് സംഭവിക്കട്ടെ. ഈശോയേ, നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. ഈശോ, ഈശോയേ, നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. ഓ കർത്താവ്, ഞങ്ങൾ വിശ്വസിക്കുന്നു, 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 വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് അതിശക്തമായിട്ട് ദൈവജനത്തിലേക്ക് വെളിപ്പെടട്ടെ. എന്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ഇതാ നന്നായിട്ട് കയ്യെ കട്ടിച്ച് സന്തോഷത്തോടുകൂടെ നിങ്ങൾ പാടി പ്രാർത്ഥിക്കുക. യേശുവിന്റെ ശക്തി, കരുണയുടെ ശക്തി ദൈവജനത്തിലേക്ക് വെളിപ്പെടുന്ന സമയമാണ്. ഹന്നാമ്പളം തെളിച്ച് വെഞ്ചരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിറഞ്ഞ് ഈശോയേ, നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. 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 ഈശോയേ,